ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വ്ളോഗിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മൗസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. മൗസിയിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ ബർത്ത്ഡേൻ്റെ ദിവസം ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ ബോയ് ഓർ ഗേളിന് ഒരു അവിൽ മിൽക്ക് ഫ്രീ ആയിട്ട് കഴിക്കാം. പിന്നെ നമ്മളെ കൂടെ വരുന്ന ആൾക്കാർക്ക് അവിൽ മിൽക്ക് ഏതെടുത്താലും അതിൽ നമ്മളെ ഏജിൻ്റെ പെർസെൻറ്റേജ് റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ കേട്ടപ്പോൾ തൊട്ടേ ഞങ്ങൾ വിചാരിച്ചതാണ് ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ കൂടെ പ്ലാൻ ചെയ്യാൻ എൻ്റെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെയും ഡേറ്റ് സെയിം ആണ്, ബർത്ത് ഡേറ്റ്. അപ്പോൾ 2 വർഷമാണ്, പക്ഷേ രണ്ടുപേരുടെയും സെയിം ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് ഞങ്ങളെ ബർത്ത്ഡേക്ക് ഉണ്ടാവാറ്. ചെറുതായിട്ട് എന്തെങ്കിലും കേക്കൊക്കെ മുറിച്ച് പിന്നെ ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കും. അങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാവാറ്. പക്ഷേ 2025 ബർത്ത്ഡേക്ക് ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായി. കാക്കു ഇന്നലെയാണ് കേട്ടോ ദുബായിൽ പോയത്. അതുകൊണ്ട് തന്നെ മൗസിയിൽ വന്ന് അവിൽ മിൽക്ക് കഴിക്കാനുള്ള ഞങ്ങളെ പ്ലാന് ഫെയിലായിപ്പോയി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇത്തവണ പ്ലാനിങ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാ മൗസിയിൽ തന്നെ വന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും പിന്നെ എൻ്റെ കസിനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഓഫീസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എത്തിയപ്പോൾ തന്നെ അവരെടുത്ത് ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ അവർ നമുക്ക് മെനു കാർഡ് എടുത്ത് തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതായിരുന്നു ഏറ്റവും വലിയൊരു ടാസ്ക്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കി ഏതാ ഓർഡർ ചെയ്യാന്നുള്ള ഒരു കൺഫ്യൂഷനിൽ. നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്ന് കഴിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഏത് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവിൽ മിൽക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കസിനും കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവനും കൂടെ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എത്തിയിട്ടുണ്ട്. എൻ്റെ കാക്കുവിൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങളിത് 3 കൂടെ അങ്ങ് സിങ്ക് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കും. അപ്പോൾ ഇത്തവണ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തോ ഒരു രസമില്ല കേട്ടോ, ഒരു മിസ്സിങ് പോലെ. പക്ഷേ കുഴപ്പമില്ല, നമ്മളെപ്പോഴും വിചാരിച്ച പോലെ ആവണമെന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ ആധാറിൻ്റെ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ID പ്രൂഫിനായിട്ട് ആധാർ കയ്യിൽ കൊണ്ടുവരണം. ഫോട്ടോ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങളെ പേരും ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹിലുവിന് ചോക്കോബാർ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അപ്പുറത്തെ കടയിൽ പോയിട്ടൊരു ചോക്കോബാർ വാങ്ങിച്ചു കൊടുത്തു. അവൾക്ക് അവിൽ മിൽക്കിനോട് വലിയ താല്പര്യമില്ല. ഇവരിവിടെ എൻ്റെ ആധാറൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തു, അതിൻ്റെ ബില്ല് കിട്ടി. വെറും 150 രൂപ മാത്രമായിട്ടുള്ളൂ ഞങ്ങൾ 3 അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അത് നല്ലൊരു ഓഫറാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ബർത്ത്ഡേ ഒക്കെ കുറേ പേരായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് ചെറിയ ചിലവിൽ കുറേ പേർക്ക് ട്രീറ്റൊക്കെ കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ഓർഡർ ചെയ്യാൻ കുറച്ച് സമയം എടുത്തെങ്കിലും അവിൽ മിൽക്ക് എത്താൻ ലേറ്റ് ആയില്ല കേട്ടോ. 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒരു ഡേറ്റ് നട്ട്, പിന്നെ ഒരു നോർമൽ അവിൽ മിൽക്കും, പിന്നെ ഒരു ചോക്കോ നട്ടും. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും നോർമൽ അവിൽ മിൽക്കാണ് പ്രിഫർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഐസ്ക്രീം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു അവിൽ മിൽക്കിൻ്റെ കൂടെ നല്ല തണുത്ത ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. പിന്നെ ഇത്രയും മധുരം കഴിക്കുന്ന സ്ഥിതിക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചെറിയ എരി വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു സ്പൈസി ആയിട്ടുള്ള ചീസി ചിക്കൻ ബ്രെഡ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പോൾ വേറെയും കുറേ ബ്രെഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളിത് നേരത്തെ കഴിച്ചതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത് വീണ്ടും ഓർഡർ ചെയ്തത്. പക്ഷേ മുറിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. അവിൽ മിൽക്കിൻ്റെ മധുരം കാരണം മത്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഇത് മുന്നിൽ വന്നത്. അപ്പം ഞാൻ ഒന്നും നോക്കാണ്ട് ഒരു പീസ് എടുത്ത് വായിലിട്ടതാണ്. വായിലിട്ടപ്പോഴാണ് അതിൻ്റെ ചൂട് മനസ്സിലായത്. തുപ്പണോ ഇറക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. എങ്ങട്ടാ പോണേ? അടിപൊളി. അപ്പൊ ഇന്നത്തെ പരിപാടി
ഇന്നിനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടിയോ പ്ലാനിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് മെല്ലെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ഞങ്ങളെല്ലാ ഫ്ലേവറും ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചീസി ചിക്കൻ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ആരുടെങ്കിലും ബർത്ത്ഡേ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ഓഫറാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.